സോ സാംസങ് ഗാലക്സി A16 5G ഒരു അടിപൊളി ഫോണാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മളെ കൈകളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫോണിന്റെ കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ, എങ്ങനെയുണ്ട് ഫോൺ, ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ കംപ്ലീറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരു ക്യാമറ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിംഗ് ഹീറ്റിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു റിവ്യൂ, ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനെ ചെറിയൊരു യൂസ്ഡ് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തിട്ടോളി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഗോൾഡൻ കളറിൽ ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആണ് സാംസങ് ഇതിന് നൽകിയുള്ളത് കേട്ടോ. ഒരു ഗോൾഡൻ ഫെസ്റ്റീവ് വൈബാണ് ഈ ഒരു കളർ കൊണ്ട് സാംസങ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദിവാലി കാര്യങ്ങളൊക്കെ അല്ലേ, സോ ആ ഒരു വൈബിലാണ് സാംസങ് ഈ ഫോണിൽ ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഹൈലൈറ്റ് ആയുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കീ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ സാംസങ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രൊജക്ഷൻ, അതിലാണ് ഈ കീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ഫോണിലെ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊജക്ഷൻ കീ ഐലൻഡ്. സോ ബേസിക്കലി നിങ്ങൾ ഒരു ഓൾറൗണ്ട് യൂസർ ആണെങ്കിൽ, അതായത് അത്യാവശ്യം മൂവീസും കാര്യങ്ങളൊക്കെ കാണാൻ യൂസ് ചെയ്യും, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ യൂസ് ചെയ്യും, അതുപോലെ നിങ്ങൾ പെർഫോമൻസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഗെയിം കളിക്കുന്ന ഒരാളാണ്, ഞാൻ ഇപ്പോൾ ഇതിൽ BGMI കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കി, അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ പാക്കേജ് ആണ് നമ്മുടെ A16 5G. സോ നിങ്ങൾ മൂവീസ് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് 6.7 ഇഞ്ചിന്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇതിൽ സാംസങ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട്, അത്യാവശ്യം നല്ലൊരു കളർഫുൾ ആയിട്ടും നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ സാംസങ് നൽകിയത്. മൂവീസ് കാണാനും അങ്ങനെ ഗെയിംസ് കളിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെർഫോമൻസ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ Dimensity 6300 എന്നുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഇതിൽ സാംസങ് നൽകിയുള്ളത് കേട്ടോ. അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് നൽകിയുള്ളത്. ഒരുപാട് നേരം BGMI പോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചു. BGMI 40 FPS വരെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് നേരം കളിച്ചു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഹീറ്റിംഗ് അതേപോലെ തന്നെ ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. 5000 mAh ഒരു ബാറ്ററി ഇത് നൽകിയിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് നൽകിയിട്ടുണ്ട് കേട്ടോ. സോ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഹീറ്റിംഗ് ബാറ്ററി ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ BGMI ആണ് ഇതിൽ കളിക്കാനായിട്ട് പോകുന്നുണ്ടോ. BGMI കളിച്ചിട്ട് എത്രത്തോളം ഹീറ്റ് ഉണ്ടെന്നും എത്രത്തോളം ബാറ്ററി ഡ്രെയിൻ ആണെന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ BGMI ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബാറ്ററി പെർസെൻറ്റേജ് വരുന്നത് 74% ആണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോണിന്റെ ഹീറ്റ് വരുന്നത് വെറും 35.4 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. സോ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് ഇപ്പൊ നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നേരം നമ്മുടെ BGMI ഒന്ന് കളിച്ചു നോക്കാം. ഏകദേശം ഈ ഒരു മാച്ച് കഴിയുന്നവരെ, ഏകദേശം 1.25 മണിക്കൂറിന്റെ ഒരു മാച്ച്, അത് കഴിയുന്നവരെ നോക്കിയിട്ട് എത്രത്തോളം അധികം ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടെന്നും എത്രത്തോളം ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ BGMI മാച്ച് എൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ കറന്റ് ബാറ്ററി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 67% ആണ് ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഏകദേശം 36.3 ഡിഗ്രിയാണ് ഇപ്പോൾ കറന്റ് ഉള്ള ടെമ്പറേച്ചർ കേട്ടോ. വെറും 0.9 ഡിഗ്രി മാത്രമാണ് കൂടിയുള്ളത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ്. ഒരു രീതിക്കുള്ള ഹീറ്റിംഗും ഇല്ല. ഫോൺ ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ഗെയിം കളിച്ചിട്ടും വളരെ കൂളായിട്ട് തന്നെയാണ് ഫോൺ ഇരിക്കുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ഫോണിന് ഒരു രീതിക്കുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല. വളരെ കൂളായിട്ട് തന്നെയാണ് ഫോൺ ഇരിക്കുന്നത്. നമ്മൾ എത്ര പെർഫോമൻസ് യൂസ് ചെയ്യുമ്പോഴും ഫോൺ വളരെ കൂളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ Android 14 ആണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. പിന്നെ സാംസങ്ങിന്റെ 1 UI. അത് മാത്രമല്ല ഗൈസ്, 6 വർഷം, അതായത് 6 ഇയേഴ്സിന്റെ OS അപ്ഡേറ്റ് ഇതിന് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് 6 ഇയേഴ്സിന്റെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റും. സോ 6+6 ഇയേഴ്സിന്റെ ഒരു ടോട്ടൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഇതിൽ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അതിൽ തന്നെ 6 ഇയർ, അത് 6 വർഷം ആൻഡ്രോയിഡിന്റെ OS അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് കറന്റ് ഈ ഒരു ഫോണിൽ ഇപ്പോൾ വരുന്നത് ആൻഡ്രോയിഡിന്റെ 14 ആണ്. നമുക്ക് ഇതിൽ ആൻഡ്രോയിഡിന്റെ 20, അതായത് ആൻഡ്രോയിഡ് 20 വരെയുള്ള അപ്ഡേഷൻസ് സാംസങ് ഇതിൽ 100% ഉറപ്പ് നൽകിയിട്ടുണ്ട്. സോ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം മറ്റുള്ള ബ്രാൻഡുകൾ, ഹൈ എൻഡ് ഡിവൈസുകൾ പോലെ ഓപ്പോ, വിവോ, അങ്ങനെ ഏത് റെഡ്മി, പോക്കോ ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും അവരൊക്കെ മാക്സിമം ഒരു ആൻഡ്രോയിഡ് 18 വരെയുള്ള അപ്ഡേറ്റ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് ആൻഡ്രോയിഡ് 20, അതായത് 6 ഇയേഴ്സിന്റെ അപ്ഡേറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ യൂസർ റിവ്യൂവിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഫോണിന്റെ ക്യാമറ എങ്ങനെ രീതിക്ക് പെർഫോമൻസ് ചെയ്യുന്നു അല്ലേ. സോ ഒരു ക്യാമറ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. സോ അതിന് മുമ്പ് ക്യാമറ സ്പെക്കും അതായത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ സാംസങ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു 50 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, നേരെ താഴെ 5 മെഗാപിക്സലിന്റെ ഒരു വീണ്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ലെൻസ്, പിന്നെ ഏറ്റവും താഴെ 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ലെൻസുമാണ് നൽകിയുള്ളത്. അപ്പൊ എന്തായാലും ഈ 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ എങ്ങനെ വർക്ക് നിങ്ങൾ കാണിച്ചേ. നമുക്ക് ഇതിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോട്ടോസ് ഒക്കെ ഈ ഒരു ക്യാമറയുടെ നോർമൽ മോഡൽ എടുത്ത ഫോട്ടോസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് കണ്ടിട്ട് അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇല്ല. 50 മെഗാപിക്സലിന്റെ ക്യാമറ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാടധികം ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് ഗൈസ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഫോട്ടോസ് ഒക്കെ ഈ ഒരു ഫോണിൽ പോർട്രേറ്റ് മോഡൽ എടുത്ത
എടുത്ത ഫോട്ടോസ് ആട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഇതിലും ഉണ്ട്. പിന്നെ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഇതുപോലത്തെ നമുക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ഇവിടെ മാക്രോ ഫോട്ടോസും അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൾട്രാ വൈഡ് ലെൻസിൽ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല രീതിക്ക് എക്സലന്റ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോട്ടോസ് നൽകുന്നത്. നമുക്ക് സാമ്പിൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. സോ ഇനി വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിക്ക് ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ ബാക്ക് ക്യാമറയിൽ വീഡിയോസ് എടുക്കുമ്പോൾ കിട്ടുന്നത്. 1080p 30 fps ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. ഹ്യൂമൻ സബ്ജക്ട് വരുമ്പോഴും വീഡിയോസിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് 2x എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് അങ്ങനെ എടുത്തു പറഞ്ഞ ഇഷ്യൂസ് ഒന്നും ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നോക്കിയാലോ, അപ്പൊ നിങ്ങൾ കാണുന്ന സാമ്പിൾസ് നൈറ്റിൽ എടുത്ത ഫോട്ടോസ് ആട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലിയർ ഉള്ള ഇമേജ് തന്നെയാണ് നൈറ്റ് ഫോട്ടോസിൽ നമുക്ക് കിട്ടുന്നത്. ഈ നൈറ്റിൽ എടുത്ത വീഡിയോഗ്രാഫിയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫുട്ടേജ് രാത്രി എടുത്ത വീഡിയോ ആണ്. അതിലും അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല കേട്ടോ. ഈ ഒരു ഫോണിനെ വെച്ച് നോക്കുമ്പോൾ നൈറ്റ് വീഡിയോഗ്രാഫി കുറച്ചും കൂടി നല്ലൊരു വീഡിയോഗ്രാഫി തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ ക്യാമറ ആണ് ഇവിടെ ഫ്രണ്ടിൽ നൽകിയത്. ഇപ്പൊ ഈ കാണുന്ന ഈ ഫോട്ടോസ് ഒക്കെ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. ഡീസന്റ് ആയുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിക്ക് അങ്ങനെ ഇഷ്യൂസ് ഉള്ളവരും തോന്നിയില്ല. പോർട്രേറ്റ് മോഡിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫോട്ടോസ് ഒക്കെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് മോഡൽ എടുത്ത ഫോട്ടോസ് ആട്ടോ. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് സാംസങ് A16 ഫ്രണ്ട് ക്യാമറ തരുന്നത്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയും 1080p 30 fps ആണ് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആണ്. ഞാൻ അങ്ങനെ നടക്കുമ്പോഴൊന്നും അത്യാവശ്യം ഷേക്കിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല അധികം. അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈവൻ നൈറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിലും ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോസ് ഒക്കെ ഈ ഒരു ഫോണിൽ രാത്രി റൂം ലൈറ്റിൽ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. രാത്രി എടുക്കുന്ന വീഡിയോസും അത് നൈറ്റ് വീഡിയോസും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഫ്രണ്ട് ക്യാമറയിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ക്യാമറ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ സാംസങ് ഗാലക്സി A16 5G എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് എന്റെ യൂസർ റിവ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 18,999 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമെങ്കിൽ ഇതിന്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് കാണാൻ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി. സോ വേറെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.